അതെ, ഈ വെള്ളത്തിൽ കിടക്കുന്ന എന്താണെന്ന് പറയാമോ? ഇത് കൂർക്ക. നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇത് കൂടുതലും പേര് ഇത് കൂർക്ക എന്നാണ് പറയുക. പക്ഷെ ഞങ്ങളുടെ സ്ഥലത്ത് ഇത് പറയുക ചീവക്കിഴങ്ങെന്ന് പറയാറുണ്ട്. പിന്നെ ഞാൻ ഇന്ന് നെറ്റിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇതിനെ ചൈനീസ് പൊട്ടറ്റോ എന്ന് പറയുന്ന പേരൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതിനെ നമ്മുടെ പോലെ ചീവക്കിഴങ്ങെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറ കേട്ടോ. ഇത് വെച്ചിട്ട് ഇന്നൊരു തോരനാട്ടോ ഒന്ന് കാണിക്കുന്നത്. ഞാൻ ഏകദേശം വയ്ക്കുന്ന തോരനെല്ലാം ഒരുപോലെ തന്നെയാണ്, ഒരേ റെസിപ്പി തന്നെയാണ്. പക്ഷേ അതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാറുന്നു എന്ന് മാത്രം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മൾ കുക്കറിൽ ഉപ്പും മഞ്ഞയിട്ട് നമ്മൾ വേവിച്ചെടുക്കും. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വെള്ളത്തിലല്ലാതെ പുറത്തിരുന്നാൽ പെട്ടെന്ന് കറുക്കുന്നൊരു സാധനമാണ് ഈ കൂർക്ക. അതെല്ലാവർക്കും അറിയാം അല്ലേ? കുക്കറിലൊരു വിസിൽ വരുമ്പോഴേ ഇത് വെന്ത് കിട്ടുക. അപ്പോഴത്തേക്കും നമ്മൾ നോർമൽ കടുക് വറുക്കുന്നത് പോലെ കടുക് ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ വറ്റൽമുളക് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഉള്ളി ഇടും. നമ്മുടെ സാധാ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതിടും. ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ഇട്ടതിന് ശേഷം ഉള്ളി ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഒരു അരപ്പ് ഇടും. അരപ്പിനകത്ത് വേറൊന്നുമില്ല, നമ്മുടെ തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഞാൻ ഇത്രയും അരച്ചിട്ടുള്ളൂ. ഇതിനകത്ത് തേങ്ങ ഞാൻ ആദ്യം എടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ. പിന്നീട് ഞാൻ കുറച്ചുകൂടെ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ കൂർക്ക, നമ്മുടെ ചീവക്കിഴങ്ങ് നമ്മൾ അതിനകത്ത് തട്ടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റാണ്. ഞാനിത് കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ഇത് വാങ്ങുമൊന്നുമില്ലല്ലോ, നാട്ടിൽ നിന്ന് കഴിക്കുന്നതല്ലേ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുറച്ച് തന്നതാണ്. പക്ഷേ എനിക്ക് കുറേ നാളുകൂടി കഴിച്ചപ്പോഴാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് തോന്നി. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി കേട്ടോ. നമ്മുടെ നോർമൽ തോരൻ വയ്ക്കുന്ന രീതിക്ക് തന്നെയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. ഓക്കെ.